Morning guys, so today is the 21st day of my challenge. ഇന്ന് 21ാമത്തെ ദിവസമാണ്. സോ എനിക്ക് ഇനി വീട്ടിൽ പോകാനായിട്ടും ഏകദേശം 3 ദിവസം കൂടെ ഉള്ളൂ. ആൻഡ് ഐ എം സോ ഹാപ്പി ടുഡേ. ഒരു നമുക്ക് വീട്ടിൽ പോകാനായിട്ടുള്ള ദിവസം എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതും എനിക്കിന്ന് വളരെയധികം കൂടുതലാണ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി 21 ദിവസം ഈ ചലഞ്ച് പോയതിൽ. ആൻഡ് നമുക്ക് നേരെ മെഡിറ്റേഷനിലേക്കും എക്സസൈസിലേക്ക് പോകാം. ഇന്ന് ഞങ്ങൾക്ക് 10 മണിക്കാണ് ക്ലാസ്. ഇന്ന് വൈകിട്ട് വരെ ഉണ്ട്. ഞങ്ങൾക്ക് നെക്സ്റ്റ് ആഴ്ചയിലെ പ്രാക്ടിക്കൽ 3 to 5 ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് വൈകിട്ട് വരെ ഉണ്ട്. സോ നമുക്ക് നേരെ മെഡിറ്റേഷനും എക്സസൈസിലോട്ടൊക്കെ പോകാം. ഹായ് ഗൈസ്, അപ്പോൾ എനിക്ക് കുറച്ച് നേരം ഇരുന്ന് നമ്മുടെ മാനുവൽ എഴുതാനുണ്ടായിരുന്നു. അപ്പം മാനുവൽ 2-3 പ്രോബ്ലം ചെയ്യാനുണ്ട്. എക്കണോമിക്സ് പാർട്ടാണല്ലോ പ്രോബ്ലം ഇങ്ങനെ ചെയ്യാനുണ്ട്. പക്ഷേ ഓവർ ഡിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിർത്തി. എന്തായാലും കോളേജിൽ പോകുന്ന സമയമായി. ഞാൻ ചോറൊക്കെ ഉച്ചക്കത്തേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുവാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ റെഡിയായി. കാരണം ഞാൻ റെഡി ആവാനായിട്ട് പോയി ഫ്രൂട്ട്സ് കഴിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചോണ്ടിരുന്നപ്പോൾ കറണ്ട് പോയി. നല്ല മഴക്കോളുണ്ടായിരുന്നു. മഴയും പെയ്യാൻ തുടങ്ങി. ചെറുതായിട്ട് പിടിക്കാൻ ഞാൻ ഓടി തുണി മേലിൽ കിടക്കുമായിരുന്നു. കറണ്ടും പോയി. അപ്പം പോയി എടുത്തുകൊണ്ട് തുണി താണ്ടെ ചെറുതായിട്ട് നനഞ്ഞ തുണി, കുഴപ്പമില്ല, എടുത്തുകൊണ്ട് ഇട്ടും. ഇനി കഴിക്കുന്ന സമയമായി. ഞാൻ വേഗം ഒരുങ്ങിയതാണ്. ഹായ് ഗൈസ്, ഞാനപ്പോൾ പെട്ടെന്ന് റെഡിയായി. ഇപ്പോൾ ഏകദേശം 9 കഴിഞ്ഞു. ഞാൻ എന്നാ കോളേജിലേക്ക് പോട്ടെ. തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ കറണ്ട് പോയി. പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചായിരുന്നു. സോ അത് റെഡി ആവുന്നവരെ കാത്ത് നിൽക്കേണ്ടി വന്നു. പിന്നെ ഇപ്പോഴാണ് കുറച്ച് മുമ്പാണ് കറണ്ട് വന്നത്. അപ്പോൾ നമുക്ക് ബണ്ട് കിട്ടുമ്പോൾ ഈ കോളേജിലേക്ക് പോകാം. So guys, I am in extension department. ആരും വന്നിട്ടില്ല. ഞങ്ങൾക്ക് 5 മണി വരെ ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഞങ്ങൾക്ക് ഇന്ന് 5 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. എക്സ്റ്റൻഷൻ്റെ പ്രാക്ടിക്കൽ 3 to 5 ആയിരുന്നു. സോ ഞങ്ങൾ ഏകദേശം 5 മണിയൊക്കെ ആയപ്പോഴാണ് വിട്ടത്. ആൻഡ് ഞാൻ നേരെ വന്ന് പോയി മേല് കഴുകി. പക്ഷേ ഇവിടെ ചൂടായതുകൊണ്ടല്ല, എനിക്ക് കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പോയി നേരെ മേല് കഴുകിയിട്ട് ഒക്കെയാണ് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ. കാരണം ഓൾറെഡി 5 മണിയായാലും പിന്നെ ഇരുന്ന് സമയം കളയേണ്ടതെന്ന് വിചാരിച്ച് നേരെ പോയി. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചൂടില്ല. രാവിലെ തൊട്ട് നല്ല മഴയാണ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇടയ്ക്ക് വൈകിട്ടൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ചെറിയ വെയിലൊക്കെ വന്നു. പക്ഷേ എങ്കിലും നല്ല തണുത്ത ക്ലൈമറ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ക്ലൈമറ്റ്. ഞാൻ ഇന്നലെ ചൂടാണെന്ന് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ തന്നെ മഴ ദൈവം പെയ്ച്ചു. സോ എനിക്ക് ഇന്നത്തെ ക്ലൈമറ്റൊക്കെ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എനിക്കുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കൂടുതലായിട്ട് വീഡിയോ ഒന്നും എനിക്ക് എടുത്തില്ല കേട്ടോ. രാവിലെ എണീറ്റപ്പോഴും പിന്നെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഭയങ്കര റഷായിട്ടാണ്. കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലെ കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയിരുന്നു. രാവിലെ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന കറണ്ട് വരും പോകും എന്നുള്ള രീതിയിലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ വന്നപ്പോഴും തിരിച്ച് ക്ലാസ്സിൽ നിന്ന് വന്നപ്പോഴും കറണ്ട് ഇല്ലായിരുന്നു. ഇപ്പോൾ വന്നതാണ്. കുളിക്കാൻ കയറുന്നതിന് മുമ്പ് വന്നതേ ഉള്ളായിരുന്നു കറണ്ട്. സോ അപ്പോൾ ഇനി എനിക്ക് ചായ ഇട്ട് കുടിക്കണം, പ്രാർത്ഥിക്കണം, പിന്നെ എനിക്ക് കുറച്ച് വായിക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. സോ അതൊക്കെ ചെയ്യണം. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ ഇനിയുള്ള പരിപാടി. സോ നമുക്കതൊക്കെ ചെയ്യാം. ഹായ് ഗൈസ്, സോ ഞാൻ നേരത്തെ ചായ ഇടാനായിട്ട് പോയപ്പോഴത്തേക്ക് ആ കുട്ടി അവിടെ കുക്ക് ചെയ്യായിരുന്നു. അപ്പോൾ വിചാരിച്ചു അവൾ കുക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, രാവിലെ ആ കറണ്ട് പോക്കലും ഇതൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് വെപ്രാളമായി. കോളേജിലും പോകണം, ഫുഡ് എടുത്തുകൊണ്ട് പോകണം. ഫുഡും ചോറും കറി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മുട്ട പുഴുങ്ങാൻ പറ്റിയില്ല. അവസാനം പുഴുങ്ങിയത് തന്നെ ഇങ്ങനെ കറക്റ്റ് അത് കറണ്ട് പോയതുകൊണ്ട് തന്നെ ആവാത്തത് കൊണ്ട് തന്നെ അത് ഫുള്ള് നന്നായിട്ട് ബോയിലായില്ല. സോ അങ്ങനെയൊക്കെ ഇന്ന് രാവിലത്തെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് കുറച്ച് മൂടമായിരുന്നു. ബട്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വലിയ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. സോ തീരാറായെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് പോയി ചായ ഇടാം. ഓക്കെ. ഗൈസ്, അപ്പോൾ ഞാൻ ചായ ഇട്ടിട്ട് നോക്കുമ്പം നല്ല ഇടിയും മിന്നലും വരുന്നു. ഞാനങ്ങനെ വെളിയിൽ ഇറങ്ങി നോക്കുമ്പോൾ നല്ല ചെറിയ ചാറ്റൽ മഴയും നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് നേരം വിചാരിച്ച് ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. സോ ഞാൻ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. ആൻഡ് ഇയർഫോൺ എടുത്ത് കുത്തിയെന്ന് വെച്ചാൽ പിള്ളേർ നല്ല ബഹളമുണ്ട്. ചിലപ്പോൾ ഞാൻ പറയുന്നത് ഒന്നും കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇയർഫോൺ എടുത്ത് കുത്തിയത്. പിന്നെ നല്ല മിന്നലൊക്കെ ഉണ്ട്, നല്ല ഇടിയും ഉണ്ട്. ആൻഡ് ഇടിയുടെ സൗണ്ട് ചിലപ്പം ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോയിലുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടാം. ഇതിനകത്ത് നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ട്. സോ കാറ്റും ഉണ്ട്. ഞാൻ അകത്തോട്ട് വന്നു. അവിടെ കുട്ടികൾ ഭയങ്കര ബഹളം, മഴ പെയ്യുന്നതിൻ്റെ സന്തോഷം.
അപ്പോൾ ഗൈസ് ഞാൻ അകത്തോട്ട് വന്നു, കാരണം അവിടെ കുട്ടികൾ ഭയങ്കര ബഹളം. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നോളൂ, എന്നിട്ട് ഞാൻ കയറി വന്നു. അപ്പം മഴ പെയ്യുന്നതിൻ്റെ സന്തോഷമാണെന്ന് തോന്നുന്നു കുട്ടികൾക്ക്. ഒരു മഴ പെയ്യുമ്പോൾ ബഹളം വയ്ക്കുന്ന കുട്ടികൾ വീട്ടുകാരൊക്കെ അകത്തോട്ട് വിളിക്കുന്നുണ്ട്, പക്ഷെ അവരൊന്നും അകത്തോട്ട് വരുന്നില്ല, ഭയങ്കര കളിയും ചിരിയായിട്ടൊക്കെ വെളിയിൽ നിൽക്കുന്നു. ഓക്കെ, അപ്പം ഇന്നെൻ്റെ 21ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ എടുത്തു പറയാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, കാരണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ കോളേജ് ഉണ്ടായിരുന്നു. കോളേജിലും നല്ലൊരു ഡേ ആയിരുന്നു അത്യാവശ്യം, എക്സെപ്റ്റ് ഫാർമക്കോളജി ചെന്നിരുന്ന് താരാട്ടാണോ എന്താണെന്ന് അറിയാമോ, ഉറക്കം വന്നിട്ടായിരുന്നു, ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു എനിക്കിന്ന്. സാറ് പഠിപ്പിക്കുന്ന അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പറ്റാറില്ല. സോ എനിവേ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഇത്രയോട് 21st ഡേ ആക്ച്വലി കുറച്ച് നമ്മൾ എന്നെ ഒന്ന് മൂഡ് ഓഫ് ആക്കിയായിരുന്നു രാവിലെ ആ കറണ്ട് പോക്കൊക്കെ ആയിട്ട്, പക്ഷേ ഇറ്റ്സ് ഫൈൻ. ആൻഡ് ഞാൻ നാട്ടിൽ പോകുമ്പം ഈ ചലഞ്ച് വീഡിയോ അല്ലാതെ തന്നെ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. കുറേ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇനി നാളെ എൻ്റെ 22nd ഡേ ആണ്. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഈ ചലഞ്ച്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചലഞ്ച് തീരുന്നതിൻ്റെ കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. ഈ റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ചലഞ്ച് എടുത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സോ എനിവേ ഗൈസ്, അപ്പോൾ നാളെ 22nd വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.